मेरे अजीज दोस्तों, भाई और बुजुर्गों, अस्सलाम वालेकुम रहमतुल्लाहि व बरकातुहू। പ്രിയമുള്ള സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। मल्लापुरम लोकसभा सीट से एसडीपीआई के कैंडिडेट के तौर पर मैं आपके पास आया हूँ। മലപ്പുറം ലോകസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്। मल्लापुरम लोकसभा का ये चुनाव हम सब के लिए और पूरे देश के लिए आज सबसे अहम चुनाव है। ഈ ഉപതെരഞ്ഞെടുപ്പ് നമുക്കും നമ്മുടെ രാജ്യത്തിനും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്। लोग एक तब्दीली चाहते हैं, लोग एक अल्टरनेटिव चाहते हैं। നമ്മുടെ രാജ്യം ഒരു മാറ്റം, ഒരു ബദൽ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നുണ്ട്। ये तब्दीली इसलिए चाहते हैं कि आज देश में जो सरकार मौजूद है वो सरकार पूरे के पूरे देश को हिंदू राष्ट्र में बदलना चाहती है। എന്തുകൊണ്ട് ഈ മാറ്റം വേണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്। जहां एक तरफ लोकसभा के बाहर नफरत फैलाने और कत्ल करने का काम इस सरकार के लोग मुस्तकिल कर रहे हैं, वहीं दूसरी तरफ पार्लियामेंट के अंदर नफरत अंगेज कानून बनाए जा रहे हैं। ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ പുറത്ത് ഈ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ആളുകൾ വിഷം പലർന്ന പ്രചാരണങ്ങൾ നടത്തി മനുഷ്യരെ കൂട്ടക്കൊല നടത്തുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് പാർലമെന്റിനകത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെയും തകർക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്। 2015 से अब तक तकरीबन 200 से ज्यादा मॉब लिंचिंग गाय के नाम पर हो चुकी है। ഈ 2015 ശേഷം ഇന്ത്യ രാജ്യത്തെ പശുവിന്റെ പേരിൽ 200ഓളം കൂട്ടക്കൊലകൾ നടക്കുകയുണ്ടായി। लव जिहाद, लैंड जिहाद, एजुकेशन जिहाद और इस नाम से तरह तरह से शरीयत को बदनाम करके देश को हिंदू मुस्लिम की लाइन पे बांटा जा रहा है। നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞ് ലവ് ജിഹാദിന്റെ പേരിൽ, ലാൻഡ് ജിഹാദിന്റെ പേരിൽ, മറ്റ് സാമ്പത്തിക ജിഹാദിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിഭജനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണകൂടവും അതിന്റെ ആളുകളും। कोरोना जिहाद के नाम पर तबलीगी जमात को निशाना बना के पूरे देश में मुसलमानों का सोशल बाइकआउट करने की कोशिश की गई। ഈ കൊറോണ വൈറസിന്റെ പേര് പറഞ്ഞ് തബ്ലീഗ് പ്രവർത്തകരെ ആരോപിച്ചുകൊണ്ട്, അവരുടെ മേൽ ആക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് തന്നെ മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിനെ തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയുണ്ടായി। सीएए का कानून लाके इस देश में मुसलमानों को दूसरे नंबर का शहरी बनाने की कोशिश की गई। സിഎഎ ബില്ല് പാസാക്കിക്കൊണ്ട്, നിയമം നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള പൗരന്മാരെ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്। और जब सीएए के खिलाफ मूवमेंट पूरे देश में बहुत बड़ा हो गया तो उसको खराब करने और बदनाम करने के लिए कम्युनल राइट्स कराए गए। സിഎഎക്കെതിരായ സമരങ്ങളെ സാമുദായിക കലാപവും വർഗീയ ലഹളകളുമാക്കി തരംതിരിച്ച് രാജ്യത്ത് വിഭജനമുണ്ടാക്കുവാൻ ഈ ഭരണകൂടവും അതിന്റെ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു। बीजेपी के लीडरों ने और मिनिस्टर्स ने सरेआम खड़े होकर पुलिस की मौजूदगी में कानून को अपने हाथ लेने की धमकियां दी। അതുപോലെ തന്നെ ഈ ഭരണകൂടം അതിന്റെ ആളുകളും അവരുടെ ഭരണ ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, പട്ടാളത്തെ ഉപയോഗിച്ച് ഈ സിഎഎ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു। गेरुए कपड़े पहने हुए साधुओं के भेष में कुछ लोग मुस्तकिल मुसलमानों के खिलाफ इश्ताल फैला रहे हैं। ഈ രാജ്യത്തെ കാവി സന്യാസിമാർ, അത്തരം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ആ ആളുകൾ പോലും രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്। और उनके खिलाफ पुलिस कोई कार्रवाई नहीं करती। അവർക്കെതിരായി ഈ രാജ്യത്തിന്റെ പോലീസ് ഒരു നടപടികളും എടുക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നു। जबकि इस देश में कानून के मुताबिक अपने डेमोक्रेटिक राइट्स का इस्तेमाल करने वालों को देश में देशद्रोह के नाम पर गिरफ्तार करके सालों जेल में बंद किया जा रहा है। ഈ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകുന്ന മൗലികമായ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്ന ആളുകളെ അവരെ രാജ്യദ്രോഹികളും ദേശദ്രോഹികളുമായി ചിത്രീകരിച്ചുകൊണ്ട് ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്നു। खुद प्रधानमंत्री
और गृह मंत्री लव जिहाद, लैंड जिहाद जैसे लफ्जों का इस्तेमाल करके अपनी पार्टी और अपने जो दूसरे ग्रुप हैं, हिंदू युवा वाहिनी, शिवसेना, बजरंग दल और युवा हिंदू सनातन संस्था जैसी तमाम ऑर्गेनाइजेशंस को प्रोवोक करते हैं कि वो अपने हाथ में कानून ले और वायलेंस बर्पा करें। ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെയും ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് പോലെയുള്ള പദപ്രയോഗങ്ങൾ നടത്തി രാജ്യത്തെ അവരുടെ പോഷക സംഘടനകളായ ഭീകര കൂട്ടങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കുവാനും കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുവാനുള്ള പ്രേരണയും പ്രചോദനവും നൽകിക്കൊണ്ടിരിക്കുകയാണ്। मॉब लिंचिंग के नाम पर कत्ल करने वालों को इस सरकार के मंत्री अपने घर बुला के उनके गले में फूलों की माला डाल के मॉब लिंचिंग को बढ़ावा देते हैं। പശുവിന്റെ പേരിൽ രാജ്യത്തെ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള രാജ്യത്തെ അക്രമികളായ ആളുകളെ ഈ രാജ്യത്തിലെ ഭരിക്കുന്ന മന്ത്രിമാർ തങ്ങളുടെ വീടുകളിലേക്ക് വിളിച്ച് അവർക്ക് പുഷ്പഹാരങ്ങൾ ചാർത്തി മാല ചാർത്തി അവരെ ആദരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്। और जो लोग इसके खिलाफ आवाज उठाते हैं उनको जेलों में बंद कर दिया जाता है। ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ജയിലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു। दूसरी तरफ पार्लियामेंट के अंदर ट्रिपल तलाक जैसे कानून लाके शरीयत में मुदाखलत की नापाक कोशिश की जाती है। മറുവശത്ത് പാർലമെന്റിന്റെ അകത്ത് മുത്തലാഖ് പോലെയുള്ള ബില്ലുകൾ കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ വിശ്വാസികളെ അവരുടെ വിശ്വാസങ്ങളിൽ അതേപോലെ അതിക്രമിച്ചു കയറുവാനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു। सीएए का कानून लाके मुसलमानों को इससे इस देश की शहरियत छीनने की साजिश की जाती है। സിഎഎ ബില്ല് കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഈ രാജ്യത്തിലെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്। कश्मीर का कानून लाके 80 लाख कश्मीरियों को अपने घर से बेघर करने की साजिश की जाती है। കാശ്മീരിന്റെ 370 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് 80 ലക്ഷത്തോളം വരുന്ന കാശ്മീരികളെ അവരുടെ വീടുകളിൽ നിന്ന് അട്ടിയിറക്കുവാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്। लक्षद्वीप में गुंडा एक्ट लगा के वहां सीआरपीएफ को तैनात करके वहां के लोगों को हैरेस करने की कोशिश की जा रही है। അതുപോലെ തന്നെ സമാധാനത്തിന്റെ കേഹമായിരുന്ന ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് പ്രയോഗിച്ച് സിആർപിഎഫിനെ നിയോഗിച്ചുകൊണ്ട് അവിടെ അതിന്റെ സമാധാനം കെടുത്തുവാനും അവിടെ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു। और अब ये ऐलान किया जा रहा है कि जिस तरीके से राम मंदिर बनाया गया, जिस तरीके से सीएए लाया गया, जिस तरीके से कश्मीर का कानून लाया गया, इसी तरीके से यूनिफॉर्म सिविल कोड भी जबरदस्ती इस मुल्क पे थोपा जाएगा। ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണോ സിഎഎ ബില്ല് നടപ്പിലാക്കിയത്, എങ്ങനെയാണോ കാശ്മീരിന്റെ 370 വകുപ്പ് റദ്ദാക്കിയത്, എങ്ങനെയാണോ ഞങ്ങൾ പിന്നെ യുഎപിഎ ആ നിയമം ഭേദഗതി ചെയ്തത്, നിർബന്ധപൂർവം ഈ രാജ്യത്തെ നിങ്ങളുടെ ആരുടെയും സമ്മതമില്ലാതെ തന്നെ രാജ്യത്തെ ഞങ്ങൾ ഏക സിവിൽ കോഡും കൂടി നടപ്പിലാക്കുമെന്ന് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു। इसलिए अगले 3 साल इस देश के लिए बहुत अहम हैं और ये 3 साल ये तय करेंगे कि देश अपने संविधान, अपने कॉन्स्टिट्यूशन के साथ जारी रहेगा या इस देश का संविधान बदल के देश को मुकम्मल तौर पर हिंदू राष्ट्र में तब्दील कर दिया जाएगा। അതുകൊണ്ട് തന്നെ വരുന്ന 3 വർഷക്കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്। ഇന്ത്യ രാജ്യത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം ഈ വരുന്ന 3 വർഷക്കാലത്തിനിടക്ക് ഈ രാജ്യത്തെ ഒരു ജനാധിപത്യ മതേതര രാജ്യമായി നിലനിർത്തണമോ അതല്ല ഒരു പരിപൂർണ ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കണമോ എന്നതാണ് നമുക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യം। हमने हमेशा ये उम्मीद की थी कि इस देश की सेकुलर पार्टियां, कांग्रेस पार्टी, लेफ्ट पार्टियां, सीपीएम, समाजवादी पार्टी, बीएसपी, डीएमके, एआईडीएमके, जितनी पार्टियां खुद को सेकुलर कहती हैं वो संविधान को बचाने के लिए, देश के सेकुलर सोशलिस्ट फैब्रिक को बचाने के लिए सड़क पे आएंगी, जद्दोजहद करेंगी और आरएसएस के फाशिज्म का मुकाबला करेंगी। നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തത് രാജ്യത്തെ മതേതര കക്ഷികളെന്ന് അവകാശപ്പെടുന്ന ഡിഎംകെയും എഐഎംകെയും അതുപോലെ തന്നെ സമാജ്വാദിയെ പോലെയുള്ള മുസ്ലിം ലീഗിനെ പോലെയുള്ള കോൺഗ്രസിനെ പോലെയുള്ള സിപിഎമ്മിനെ പോലെയുള്ള മതേതരത്വം അവകാശപ്പെടുന്ന കക്ഷികൾ ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് കാവൽ നിൽക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്। लेकिन अफसोस की बात है कि इन तमाम सेकुलर पार्टियों ने
डायरेक्टली या इनडायरेक्टली आरएसएस का साथ दिया और आज सारा देश आरएसएस के साथ खड़ा उस हिंदू राष्ट्र की तरफ देश को धकेल रहा है। പക്ഷേ വേദനാജനകം എന്ന് പറയട്ടെ, നമ്മൾ വിശ്വസിച്ച ഈ മതേതര കക്ഷികളൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാരത്തോട് സഹകരിച്ച് അവരുടെ ഹിന്ദുത്വ രാജ്യമെന്ന സ്വപ്നത്തിന് സാക്ഷാത്കരിക്കുന്നതിനുള്ള അവരെ സഹായിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്। ऐसे में इस देश को एक अल्टरनेटिव पॉलिटिक्स की जरूरत है। അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന് ഒരു ബദൽ രാഷ്ട്രീയത്തിന്റെ അനിവാര്യതയുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്। देश को राजनीतिक व्यवस्था को बदलने की जरूरत है। ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തെ പൊളിച്ചെഴുതേണ്ടതുണ്ട്। देश को उन पॉलिटिकल पार्टीज की जरूरत है जो सत्ता के लोभ से अलग हटके सेल्फलेस होके देश को बचाने के लिए, संविधान को बचाने के लिए, हिंदू मुस्लिम यूनिटी को बचाने के लिए अपनी कुर्बानी देकर भी आगे आए और इस देश को बचाएं। ഇന്ത്യ രാജ്യത്ത് ഇനിയുള്ള ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സ്വന്തം ജീവൻ വെടിഞ്ഞു പോലും ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക് കാവൽ നിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയത്തിനാണ് ഇനി ഇന്ത്യ രാജ്യത്തിന്, ആ ബദൽ രാഷ്ട്രീയത്തിനാണ് ഇന്ത്യ രാജ്യത്ത് പ്രസക്തിയുള്ളത്। हैरत और अफसोस की बात है कि आज लोकसभा में भारतीय जनता पार्टी की मेजॉरिटी जरूर है, मगर राज्यसभा में यूडीएफ और एलडीएफ की मेजॉरिटी है। अगर यूडीएफ और एलडीएफ चाहते तो कोई एक कानून भी भारतीय जनता पार्टी पास नहीं करवा सकती। അത്ഭുതമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ബിജെപിക്ക് ഭൂരിപക്ഷമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്। അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരുവാനും അത് പാസാക്കിയെടുക്കാനും സാധിക്കും ലോകസഭയിൽ। പക്ഷേ രാജ്യസഭയിൽ അങ്ങനെയല്ലല്ലോ, ഈ ഇടത് വലത് മുന്നണികൾക്കാണല്ലോ ഭൂരിപക്ഷമുള്ളത്। അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു। ट्रिपल तलाक का बिल पिछली लोकसभा में 3 बार पास हुआ, मगर राज्यसभा में नाकाम हुआ, कभी कानून नहीं बन सका था। लेकिन इस मर्तबा चौथी बार लोकसभा में ट्रिपल तलाक का बिल पास हुआ तो यूडीएफ और एलडीएफ ने टेक्निकल सपोर्ट देके उस बिल को राज्यसभा में पास करवाया। നിങ്ങള് മുത്തലാഖ് ബില്ലിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക। കഴിഞ്ഞ പാർലമെന്റിൽ കഴിഞ്ഞ ടൈമില് ഈ ബില്ല് 3 പ്രാവശ്യം പാർലമെന്റിൽ വന്നു। ആ 3 പ്രാവശ്യം പാർലമെന്റിൽ അത് പാസ്സാക്കിയെടുത്തു, പക്ഷേ രാജ്യസഭയിൽ അത് 3 പ്രാവശ്യം പരാജയപ്പെട്ടു। പക്ഷെ 4ാമത്തെ പ്രാവശ്യം ഈ പറയുന്ന മതേതര ജനാധിപത്യ കക്ഷികളുടെ പിന്തുണയോടുകൂടി, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടുകൂടി രാജ്യസഭയിൽ അവർ ഇത് പാസ്സാക്കിയെടുക്കുകയുണ്ടായി। इसी तरह 2019 से लेके अब तक जितने नफरत पर मबनी कानून भारतीय जनता पार्टी ने लोकसभा में पास किए, वो यूडीएफ और एलडीएफ की हिमायत से राज्यसभा में पास होकर कानून बने। ഇതുപോലെ തന്നെയാണ് 2019 ശേഷം ഈ രാജ്യത്തിന്റെ രാജ്യസഭയിൽ ചുട്ടെടുത്തിട്ടുള്ള മുഴുവൻ പൈശാചിക കരിനിയമങ്ങളും യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടുകൂടി തന്നെയാണ് പാസാക്കിയെടുത്തിട്ടുള്ളത്। इसलिए मैं आप सबसे अपील करता हूं, यूडीएफ और एलडीएफ के लोग वोट लेने आपके पास आए तो उनसे पूछिए कि जब राज्यसभा में आपकी अक्सरियत है तो भारतीय जनता पार्टी ने ये सारे कानून किस तरह पास करवा लिए, आपने उन कानूनों को रोकने के लिए आपने क्या किया, पूछिए यूडीएफ से, पूछिए एलडीएफ से। അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികളും അവരുടെ നേതാക്കന്മാരും വോട്ടും ചോദിച്ച് നിങ്ങളുടെ ഇവിടെ വരും। അവിടെ വരുമ്പോ നിങ്ങൾ അവരോട് ചോദിക്കണം, രാജ്യസഭയിൽ ഈ ഭരണകൂടം കൊണ്ടുവന്ന മുത്തലാഖ് ബില്ലും അതുപോലെ തന്നെ NIA, CAA പോലെയുള്ള ഭേദഗതി ബില്ലുകളുമൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഭൂരിപക്ഷം രാജ്യസഭയിൽ ഉണ്ടായിരിക്കെ എങ്ങനെയാണിത് പാസ്സായി പോയത് എന്ന് നിങ്ങളോട് വോട്ട് ചോദിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോട് നിങ്ങൾ ചോദിക്കണം। और अब यही सारी पार्टियां जिनके सेकुलरिज्म के नकाब आज उतर चुके हैं और आरएसएस का खाकी लेकर जिनका सामने आ चुका है, यही इसी साल मई के महीने में यूनिफॉर्म सिविल कोड का बिल भी ये सेकुलर सो कॉल्ड सेकुलर पार्टियां राज्यसभा में पास करवाने वाली हैं।
അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുവാനുള്ളത്, ഇത് ഇങ്ങനെ ഈ കരിനിയമങ്ങളൊക്കെ പിന്നെ പല രീതിയിലുള്ള ഗൂഢാലോചനകളുടെ ഫലമായി ഇടതുപക്ഷ വലതുപക്ഷ മതേതര കക്ഷികളുടെ പിന്തുണയോടുകൂടി രാജ്യസഭയിൽ പാസാക്കിയെടുത്തതുപോലെ തന്നെ ഇനി ഇതാ ഏക സിവിൽ കോഡിന്റെ ബില്ലും ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ അടുത്ത മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യസഭയിൽ ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി പാസാക്കിയെടുക്കാൻ പോവുകയാണ്. इसलिए मैं कहता हूं, आने वाले 3 साल इस देश के लिए बहुत खतरनाक होने वाले हैं। न सिर्फ यूनिफॉर्म सिविल कोड बल्कि पॉपुलेशन कंट्रोल का बिल भी इसी साल लोकसभा में आके पास होने वाला है। അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വരുന്ന 3 വർഷം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകവും സങ്കീർണവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം ഏക സിവിൽ കോഡ് മാത്രമല്ല അവർ ഈ ഇവിടെ പാസാക്കി എടുക്കാൻ പോകുന്നത്, മറിച്ച് ഇവിടെ സന്താന നിയന്ത്രണ ബില്ല് കൂടി പോപ്പുലേഷൻ നിയന്ത്രണത്തിനുള്ള ബില്ല് കൂടി അവർ ഈ ഭരണകൂടം ഇറങ്ങുന്നതിന് മുമ്പ് ഈ 3 കൊല്ലത്തിനിടയ്ക്ക് അവർ പാസാക്കി എടുക്കാൻ പോവുകയാണ്. जहां यूनिफॉर्म सिविल कोड लागू करके एक तरफ शरीयत का खात्मा किया जाएगा, वहीं पॉपुलेशन कंट्रोल का बिल पास करके जिनके 2 से ज्यादा बच्चे हैं उनका वोटिंग राइट छीना जाएगा और सरकारी नौकरियों में उनको जाने से रोका जाएगा। ഇവിടെ ഒരു വശത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കി നമ്മുടെ ശരീഅത്തിന് നേരെ അവർ കടന്നേറ്റം നടത്തുന്നത് പോലെ തന്നെ സന്താന നിയന്ത്രണ പോപ്പുലേഷൻ കൺട്രോൾ നിയമം കൊണ്ടുവന്നുകൊണ്ട് 2 കുട്ടികളിൽ അധികമുള്ള ആളുകൾക്ക് വോട്ടവകാശം പോലും നിഷേധിക്കുന്നതിനുള്ള നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. സവാൽ യേ ഹൈ കി ഇൻ ഹാലാത് കാ മുഖാബല ഇസ് ദേശ് മേ കൗൻ കരേഗാ? ഇവിടെ ചോദ്യമുയരുന്നത്, ഇത്തരത്തിലുള്ള ഈ ഭീതിതമായ സാഹചര്യത്തെ ഇന്ത്യ രാജ്യത്തെ ആര് നേരിടുമെന്നതാണ് ചോദ്യം. यूडीएफ और एलडीएफ के नकाब तो उतर चुके हैं और अभी भी इलेक्शन के मौके पे आपके पास आ रहे हैं। इनमें से कोई इशू वो आपके सामने नहीं उठा रहे, मैं जानता हूं। അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ആളുകളെ ഇത് പ്രതിരോധിക്കുന്നതിനുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പോലും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല എന്നത് നമുക്കറിയാം. आपको मालूम है कि मैं पूरे 1 महीने से जो सवाल पूरे मल्लापुरम में घूम घूम के मैं जो सवाल उठा रहा हूं, आज तक यूडीएफ और एलडीएफ की ये जुर्रत नहीं हुई है कि मेरे एक सवाल का भी वो जवाब दे सके। കഴിഞ്ഞ 1 മാസക്കാലമായി ഈ മലപ്പുറം ലോകസഭാ മണ്ഡലത്തിന്റെ മുഖമൂലകളിൽ നടന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് നിരന്തരമായി ഞാൻ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരാൾ പോലും എന്റെ ഒരു ചോദ്യത്തിന് പോലും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. मैं आज फिर चैलेंज करता हूं, यूडीएफ और एलडीएफ के जो कैंडिडेट हैं वो मेरे साथ बैठे, आवाम के सामने बैठे और मेरे सवालों का जवाब देने की जुर्रत करें। ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികളെ പരസ്യമായി ഞാൻ വെല്ലുവിളിക്കുന്നു. അവർ വരട്ടെ എന്റെ മുന്നിൽ ഒരു സംവാദത്തിന്, ഈ രാജ്യത്തെ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ അവരോട് സംവാദത്തിന് തയ്യാറാണ്. അവർ സംസാരിക്കാൻ വരട്ടെ രാജ്യത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച്. मैंने खुलेआम चैलेंज किया है, पब्लिक मीटिंग के जरिए, अखबारों के जरिए, टेलीविजन के चैनल्स के जरिए कि आए मेरे सामने डिबेट करें, देश के इशू पे, विदेशों के इशू पे, मिल्लत के इशू पे, केरल के इशू पे, मगर किसी ने आज तक मुझे जवाब नहीं दिया। ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചാനലുകളിൽ, പത്രങ്ങളിൽ, തെരുവുകളിൽ ഈ രാജ്യത്തിലെ മതേതര കക്ഷികളെന്ന് അവകാശപ്പെടുന്നവരോട് പരസ്യമായി ഞാൻ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ പ്രശ്നം പ്രാദേശികമാകട്ടെ, ദേശീയമാകട്ടെ, അന്തർദേശീയമാകട്ടെ, സമുദായത്തിന്റെ പ്രശ്നമാകട്ടെ, ഏത് വിഷയത്തെക്കുറിച്ചും നിങ്ങളോട് സംവദിക്കുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ വേദിയൊരുക്കൂ, ഞാൻ വരാൻ തയ്യാറാണെന്ന് ഞാൻ അവരോട് പറയുന്നു. मैं जानता हूं वो जवाब नहीं दे सकते, इसलिए कि वो डरते हैं, वो बुज़दिल है, इसलिए कि उन्होंने धोखा दिया है, पीठ पे खंजर घोंपा है, उम्मत के पीठ पे खंजर घोंपा है, मल्लापुरम के लोगों के पीठ पे खंजर घोंपा है, झूठ बोला है और लालच के लिए इस मल्लापुरम के लोगों के वोट और उनके जज्बात का इस्तेहसाल किया है, नाजायज इस्तेमाल किया है। എനിക്കുറപ്പുണ്ട് അവർ ഒരിക്കലും ഇത്തരം ഒരു സംവാദത്തിന് വരികയില്ല. കാരണം അവർക്ക് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവുകയില്ല. അവർ ഈ മലപ്പുറത്തിന്റെ ജനതയെ വഞ്ചിച്ചവരാണ്, അവരെ ചൂഷണം ചെയ്തവരാണ്, അവരുടെ വിശ്വാസത്തെ അവർ ചൂഷണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാവുകയില്ല. അവർ നിങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ, അതുപോലെ തന്നെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और इसलिए मैं कहता हूं
कि आज एक तब्दीली की जरूरत है, आज एक अल्टरनेटिव की जरूरत है। हटाइए उन लोगों को सामने से जो आपके सामने आके झूठे वादे करते हैं और उसके बाद उम्मत के साथ और देश के साथ गद्दारी करते हैं। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാറ്റി നിർത്തുക ഈ കള്ളന്മാരെയും ഈ വഞ്ചകരെയും ഒക്കെ, എന്നിട്ട് സമുദായത്തിനും ഈ രാജ്യത്തിനും ഏറ്റവും ഫലപ്രദമായി സംസാരിക്കാൻ കൽപ്പുള്ളവരെ അവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക। आज एक अल्टरनेटिव के तौर पर एसडीपीआई आपके सामने आके खड़ी हुई है। ഇന്ന് ഒരു ബദൽ രാഷ്ട്രീയവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളുടെ മുന്നിലുണ്ട്। हम 11 साल से सड़क पर जद्दोजहद कर रहे हैं और देश और उम्मत का कोई इशू ऐसा नहीं है कि हमने सड़क पर उतर के जद्दोजहद न की हो। കഴിഞ്ഞ 11 വർഷക്കാലമായി രാജ്യത്തിന്റെ തെരുവുകളിൽ ഞങ്ങളുണ്ട്। ഈ രാജ്യവും രാജ്യത്തിലെ ജനതയും നേരിട്ട നിർണായകമായ മുഴുവൻ പ്രതിസന്ധികളിലും അവരോടൊപ്പം നിൽക്കേണ്ടപ്പോ ഒപ്പവും അവരുടെ മുന്നിൽ നിൽക്കേണ്ടപ്പോ അവരുടെ മുന്നിൽ നിന്നുകൊണ്ടും ഈ രാജ്യത്തെ കഴിഞ്ഞ 11 വർഷക്കാലമായി ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്। बाबरी मस्जिद का इशू हो या सीएए का इशू हो, कश्मीर का इशू हो या यूएपीए का इशू हो, हर इशू पे सबसे पहले एसडीपीआई बाहर आई और आरएसएस और बीजेपी की सरकार को खुला चैलेंज किया है। അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് അത് ബാബരി മസ്ജിദിന്റെ വിഷയമാകട്ടെ, NRCയുടെ വിഷയമാവട്ടെ, അത് CAAയുടെ പ്രശ്നമാകട്ടെ, UAPAയുടെ പ്രശ്നമാകട്ടെ, അത് കശ്മീരിന്റെ വിഷയമാകട്ടെ, ഈ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെയും ബാധിച്ച ഏത് വിഷയത്തിലും ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ തെരുവിലുണ്ടായിട്ടുണ്ട്। അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാരത്തിന് ഞങ്ങളോട് ഇത്രയേറെ കലിപ്പുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം। बाबरी मस्जिद के इशू पे ये यूडीएफ कहा था, ये एलडीएफ कहा था। और यूडीएफ कौन है? यूडीएफ तो कांग्रेस पार्टी है जो आज भी ये कहते हैं कि मस्जिद में मूर्तियां उन्होंने रखवाई, ताला उन्होंने खुलवाया, शिलान्यास उन्होंने करवाया और उसके बाद मस्जिद को शहीद भी करवाते वक्त नरसिम्हा राव सरकार में। ആരാണ് മതേതരത്വവും പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്? അന്ന് UDF ആണ്। ഏതാ UDF? ഒരു കാലഘട്ടത്തിൽ ആ ബാബരി മസ്ജിദിന്റെ വാതിലുകൾ ചവിട്ടി തുറന്ന് അതിനകത്ത് വിഗ്രഹം സ്ഥാപിച്ചവർ, അതിന് സഹായം ചെയ്തവർ, പിന്നീട് ആ പൂട്ട് തുറന്നു കൊടുത്ത് അവിടെ പൂജക്ക് സൗകര്യം ചെയ്തു കൊടുത്തവർ, അത് കഴിഞ്ഞിട്ട് അതിന് വാതിൽ തുറന്ന് അവിടെ ശിലാന്യാസിന് സൗകര്യം ചെയ്തു കൊടുത്തവർ, അവസാനം അത് പൊളിക്കാൻ സഹായിച്ചവർ, ഇവരല്ലേ UDF? അത് ആ കോൺഗ്രസ് അല്ലേ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? 70 साल में 60,000 कम्युनल राइट करवाने की जिम्मेदारी इसी कांग्रेस के ऊपर है जिसे यहां यूडीएफ कहा जाता है। കഴിഞ്ഞ 70 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഏകദേശം 10,000-ത്തിലധികം വരുന്ന കലാപങ്ങൾ നടത്തിയത് ഈ കോൺഗ്രസ് ഭരണകൂടം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്। सच्चर कमेटी की रिपोर्ट के मुताबिक मुसलमानों को दलितों से बदतर हाल में पहुंचाने की जिम्मेदारी इसी यूडीएफ और इसी कांग्रेस के ऊपर है। ഈ സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായങ്ങളെ മുന്നിലെത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഈ UDF-നുണ്ടായിരുന്നു। और इस यूडीएफ के साथ जिसके पंजे पे जिसके हाथ खून से रगे हुए हैं, आज मुस्लिम लीग ने अपना हाथ उसके हाथ में दे रखा है। सन 74 से लेके आज तक ഈ കഴിഞ്ഞ 10-70 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തിലെ നിരപരാധികളുടെ രക്തം പുരണ്ട ആ കയ്യിനോടൊപ്പമാണ് ഇന്ന് മുസ്ലിം ലീഗും ഒന്നു ചേർന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്। क्या इसलिए कायद मिल्लत इस्माइल साहब ने 1948 में क्या मुस्लिम लीग इसलिए कायम की थी कि मुल्क के मुसलमानों के कातिलों के साथ मुस्लिम लीग खड़ी हो जाए? 1948 ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബ് ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ, ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന്റെ രക്തത്തിലെ പങ്കുള്ള ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനാണോ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാക്കിയത്? क्या मुस्लिम लीग इसलिए कायम हुई थी कि बाबरी मस्जिद शहीद हो जाए और राम मंदिर में तब्दील कर दी जाए और मुस्लिम लीग के लोग कहते रहे कि नहीं हम सब्र करेंगे? ഇതിനു വേണ്ടിയാണോ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്? ബാബരി മസ്ജിദിന്റെ പേരിൽ സംഘപരിവാരം അക്രമങ്ങൾ നടത്തട്ടെ, അത് പൊളിച്ചു പോവട്ടെ, എന്നിട്ട് അവിടെ രാമത്തിന്റെ ക്ഷേത്രം ഉണ്ടാക്കട്ടെ, പക്ഷേ ഞങ്ങൾ ഇവിടെ സമാധാനം ഉണ്ടാക്കുമെന്ന് പറയാനാണോ ഈ മുസ്ലിം ലീഗ് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ അത് സ്ഥാപിച്ചിട്ടുള്ളത്? आज मथुरा पे, काशी पे, कुतुब मीनार पे बजरंग दल और शिवसेना के लोगों ने, विश्व हिंदू परिषद के लोगों ने मुकदमे डाल के उनको शहीद करने की बात भी की है। मुस्लिम लीग के जबान से एक लफ्ज नहीं निकला।
ഇന്ന് കാശിയിലെയും മധുരയിലെയും ഒക്കെയുള്ള പള്ളികൾക്ക് നേരെ കുത്തബ് മിനാറിനും ചാർമിനാറിനും ഒക്കെ എതിരെ അവിടെയൊക്കെ അമ്പലങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞിട്ട് കോടതികളിൽ ഈ രാജ്യത്തിലെ സംഘപരിവാരത്തിന്റെ ആളുകൾ പല കേസുകളുമായി വ്യവഹാരങ്ങളുമായി പോകുന്നുണ്ട്. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചതായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? आज बीजेपी के लोगों ने कुरान शरीफ पर पाबंदी लगाने के लिए सुप्रीम कोर्ट में मुकदमा दाखिल किया है और सुप्रीम कोर्ट ने उस मुकदमे को कल ही कबूल कर लिया है. मुस्लिम लीग के लोगों की जबान से एक लफ्ज अदा नहीं हुआ. മാത്രമല്ല ഈ സംഘപരിവാര ശക്തികൾ ഇതാ അവസാനം പരിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇന്നലെയാണ് ആ ഫയല് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇതിനെക്കുറിച്ച് ഖുർആൻ നിരോധിക്കണമെന്ന സംഘപരിവാരത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? आज बीजेपी के छोटे से वर्कर से लेके मंत्री तक अजान पर पाबंदी लगाने के लिए कोर्ट पे केस डाल चुके हैं, मगर मुस्लिम लीग के कान पे चू नहीं. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് ബിജെപിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ മന്ത്രിമാര് വരെ ബാങ്ക് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ നിന്ന് ബാങ്ക് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരാൾ അതിനെതിരെ ശബ്ദിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? अब सोच के देखिए देश किस दिशा में जा रहा है और हमारा क्या हश्र इस देश में होने वाला है. गौर करके देखिए. നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും ആലോചിക്കുകയും നോക്കിക്കാണുകയും ചെയ്യണം. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഏതൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. वो मुस्लिम लीग जो आज अपने बैनर और पोस्टर पे अपना नाम लिखने से भी शर्माती है और सिर्फ यूडीएफ लिखती है, क्या वो मुस्लिम लीग पूरे देश के इतने बड़े चैलेंज को कबूल कर सकती है? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇന്ന് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പോലും സ്വന്തം പേരെഴുതാൻ പോലും മടി കാണിക്കുകയോ അല്ലെങ്കിൽ അതിന് ധൈര്യമില്ലാതിരിക്കുകയോ UDFന്റെ മറക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ മുസ്ലിം ലീഗ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? वो जो 1.5 साल के अंदर दुश्मनों को पीठ दिखा के वापस आते हैं सिर्फ सत्ता के लोभ में, उनसे किसी खैर की उम्मीद नहीं की जा सकती. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് സംഘപരിവാരത്തിനോട് ഏറ്റുമുട്ടാൻ കെൽപ്പില്ലാതെ ഭയന്ന് പേടിച്ച് പിൻവാങ്ങി വന്നിട്ടുള്ള ഇവരിൽ ഇനിയും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. इसलिए उनको सामने से हटाने की जरूरत है और उन लोगों को सामने लाइए जो चैलेंज को कबूल कर सकते हैं और मुकाबला करने की जुर्रत रखते हैं. അതുകൊണ്ട് തന്നെ ഈ ഭീരുക്കളെ നമ്മുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സംഘപരിവാരത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ കെൽപ്പുള്ളവരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. 11 साल में 20 सूबों के अंदर 300 डिस्ट्रिक्ट के अंदर लाखों का कैडर लेके आज एसडीपीआई मैदान में खड़ी है. കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടക്ക് 20 സംസ്ഥാനങ്ങളിൽ 300ഓളം ജില്ലകളിൽ ഇന്ന് സംഘപരിവാരത്തെ പ്രതിരോധിക്കുന്നതിന് ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ നിന്ന് പോരാട്ടം നടത്തുന്നതിന് കെൽപ്പുള്ള പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. हमने ओपन चैलेंज दिया है आरएसएस को कि हम इस देश में आजादी की दूसरी जंग शुरू करेंगे कि जिस जंग के जरिए हम इस देश को आरएसएस के नापाक वजूद से पाक करें और इस देश से आरएसएस का वैसे ही खात्मा करें जैसे हमने अंग्रेजों का खात्मा किया था. ഞങ്ങളിതാ സംഘപരിവാരത്തെ പരസ്യമായി ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ പിതാമഹന്മാർ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാട്ടം നടത്തി ഈ രാജ്യത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ആടിയോടിച്ചിട്ടുണ്ടെങ്കിൽ ആ പാരമ്പര്യത്തിന്റെ രക്തം സിരകൾ ഒഴുകുന്ന ഞങ്ങൾ തീർച്ചയായും ഈ സംഘപരിവാരത്തെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ സംഘപരിവാരത്തോട് പറഞ്ഞിട്ടുണ്ട്. और हम इस संकल्प और इस डेडिकेशन के साथ मैदान में खड़े हैं कि या तो शहादत का दर्जा पाएंगे या देश को आरएसएस से आजाद करा के दम लेंगे. ഞങ്ങളിതാ ഈ ഒരു അടങ്ങാത്ത ആവേശവുമായി തന്നെയാണ് ഞങ്ങൾ തെരുവിലുള്ളത്. ഒന്നുകിൽ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷ്യം വരിക്കുക, ഇല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് സംഘപരിവാരത്തെ കെട്ടുകെട്ടിക്കുക. ഈ രണ്ട് നിയ്യത്ത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ രാജ്യത്തെ തെരുവിലുള്ളത്. और आरएसएस ये बात अच्छी तरह जानता है कि इस देश में अगर आरएसएस का मुकाबला करने का जुर्रत किसी में है तो सिर्फ एसडीपीआई आरएसएस का मुकाबला कर सकता है. ये बात आरएसएस भी अच्छी तरह जानता है.
RSS വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് RSSന് മുന്നോട്ടുള്ള ഗമനത്തിന് ആർക്കെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിൽ അത് SDPIക്ക് മാത്രമാണ് സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ കഴിയുക എന്ന് RSS വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. हम सत्ता के लोभ में इलेक्शन नहीं लड़ रहे, MP और MLA बनने के शौक में हम ये इलेक्शन नहीं लड़ रहे, बल्कि जालिम और फासिस्ट फोर्सेस से आमने सामने खड़े होके दू बदू की जंग लड़ना चाहते हैं। आंखों में आंखें डाल के फासिस्ट लोगों को लोकसभा के पटल पे खड़े होके चैलेंज करने के लिए हम ये इलेक्शन लड़ रहे हैं। ഞങ്ങൾ കേവലം MP-മാരും MLA-മാരും ഉണ്ടാവുക എന്ന രാഷ്ട്രീയ ആ ഒരു താല്പര്യത്തിന്റെ പേരിൽ മാത്രമല്ല ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിലുള്ളത്. ഞങ്ങൾ എന്തിനു വേണ്ടിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഇന്ന് സംഘപരിവാരത്തിന്റെ മുഖത്ത് നോക്കി, RSSന്റെ മുഖത്ത് നോക്കി, അവരുടെ കണ്ണിൽ നോക്കി, അവരോട് പാർലമെന്റിന്റെ അകത്ത് വെച്ച് അവരെ പ്രതിരോധിക്കാൻ കെൽപ്പ് ഉള്ള ഒരു സംഘം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. जाती तौर पर मैं अपनी बात अगर करूं तो 2004 में राज्यसभा का मेंबर मैं कांग्रेस के टिकट पे बन चुका होता, मगर ईमान बेचना कबूल नहीं था। सड़क पे जद्दोजहद की, संसद पे लात मारी, इसलिए कि गुलाम बन के संसद में जाने का कोई फायदा नहीं। 2004 കോൺഗ്രസ് എനിക്ക് വെച്ച് നീട്ടിയ രാജ്യസഭ MP സ്ഥാനം എന്റെ വിശ്വാസം, എന്റെ ഈമാൻ വിൽക്കാൻ കഴിയുകയില്ല എന്ന ഒരൊറ്റ ഉറപ്പിന്റെ പുറത്താണ് ഞാനത് നിഷേധിച്ചത്. എനിക്കത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ രാജ്യസഭ MP ആയി വന്ന് നിൽക്കാൻ സാധിക്കുമായിരുന്ന എനിക്ക് ഞാൻ ആ ഓഫർ നിഷേധിച്ചത് എന്റെ വിശ്വാസത്തെ, എന്റെ ഈമാനിനെ ഒരാളുടെ മുന്നിലും അടിയറ വെക്കുകയില്ല എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. पिछले 25 साल में देश के कोने कोने में, एक एक डिस्ट्रिक्ट में, गांव, हजारों गांवों में, हर उस जगह पर गया जहां मेरे उम्मत के लोगों को जरा से भी तकलीफ पहुंची, मेरे कदम सबसे पहले वहां पहुंचे। കഴിഞ്ഞ 25 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ സമുദായത്തിന്റെ വേദനയും കണ്ണീരും ഒപ്പുന്നതിന് എവിടെയൊക്കെയോ അവർക്ക് ചെറിയ ഒരു വേദന പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ അവരെ കണ്ണീരൊപ്പാനും ആശ്വസിപ്പിക്കാനും ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ സന്ദർശിച്ചവനാണ് ഞാൻ. मेरठ में 1984 के फिसाद से लेके 2020 में दिल्ली के फिसाद तक देश का कोई फिसाद ऐसा नहीं जहां मैं जाके खड़ा ना हुआ हूं और मजलूम लोगों की साथ हमदर्दी ना की। ഇന്ത്യ രാജ്യത്ത് 1986 മുതൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ മുതൽ അവിടെ നിന്നോട്ട് ഈ രാജ്യത്തെ മുസ്ലിം സമുദായവും അടിസ്ഥാന വർഗവും നേരിട്ട ഏതൊരു വേദനയിലും ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ എത്താതെ ഇരുന്നിട്ടില്ല. फलस्तीन से लेके सीरिया तक, सीरिया से लेके म्यांमार तक, म्यांमार से लेके इराक तक और इराक से लेके यमन तक कोई मुल्क ऐसा नहीं छोड़ा जहां हम पर परेशानी ना आई हो और मैं जाके खड़ा ना हुआ। ഈ സമുദായം വേദനയോടുകൂടി അനുഭവിച്ചിട്ടുള്ള ഇന്ത്യ ലോകത്തുള്ള ഏതൊരു പ്രയാസവും പ്രതിസന്ധിയും നേരിട്ട മുഴുവൻ രാജ്യങ്ങളും, അത് ഫലസ്തീനും ഇറാഖും സിറിയയും മ്യാൻമറും ആവട്ടെ, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ ഏത് ഭാഗത്തും ഈ സമുദായത്തിന്റെ വേദന എന്റെ സ്വന്തം വേദനയായി നെഞ്ചിലോട്ടിക്കിട്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നതിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ രാജ്യത്തും ഈ സമുദായത്തോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. पिछले 15 साल में देश का कोई चैनल ऐसा नहीं छोड़ा जिस पे रोजाना शाम को बैठ के मैंने अपने लोगों के लिए आवाज और कलमा हक बुलंद करके RSS के लोगों को चैलेंज किया। കഴിഞ്ഞ 15 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിൽ, അത് ഇംഗ്ലീഷ് ആവട്ടെ ഹിന്ദി ആവട്ടെ, ആ ചാനലുകളിൽ ഇരുന്ന് ഈ സമുദായത്തിന് വേണ്ടി നിരന്തരമായി സംഘപരിവാരത്തോട് പോരാട്ടം നടത്തുന്ന ഒരാളാണ് ഞാൻ. ये सो कॉल्ड UDF और मुस्लिम लीग के लोग ये अच्छे तरीके से जानते हैं कि मेरे सामने बैठने की जुर्रत नहीं कर सकते, इसलिए मेरे चैलेंज को कबूल नहीं करते। UDF-ലെ നേതാക്കന്മാർക്കും അവരുടെ സ്ഥാനാർത്ഥികൾക്കും അറിയാം എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഈ സമുദായത്തിനോട് അവർ ചെയ്ത വഞ്ചനകളെ കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അവർക്ക് തന്റെ ഇടമില്ല എന്ന് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. इसलिए आज हम ये कहते हैं, सांसद बनना बहुत मामूली बात है, सिर्फ ईमान बेचना पड़ता है, सिर्फ ईमान बेचना पड़ता है, या फिर 10-20 करोड़ रुपए 50 करोड़ रुपए खर्च करने पड़ते हैं, सांसद बन जाते हैं। लेकिन सड़क पे खड़े होके जद्दोजहद करते हुए संसद में जाना एक बिल्कुल अलग एक बात है।
അധികാരത്തിലേറുക എന്നത് അത്ര വലിയ കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒന്നുകിൽ നമ്മുടെ വിശ്വാസത്തെ ഈമാനിനെ പണയപ്പെടുത്താൻ നമ്മൾ തയ്യാറായാൽ, ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാനും അതിനെ സംഘപരിവാരത്തിന് പാകപ്പെടുത്തി കൊടുക്കാനും നമ്മൾ തയ്യാറായാൽ അധികാരത്തിന്റെ അപ്പകഷ്ണം നമുക്ക് ലഭിച്ചേക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ല. ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ രാജ്യത്തിന്റെ ശത്രുക്കളോട് പോരാടുക എന്നതാണ് ഞാൻ കാണുന്ന രാഷ്ട്രീയം. मेरी आंखों ने जुल्म के जो मंजर देखे हैं, जलते हुए जो मकान देखे हैं, जलते हुए जो इंसान देखे हैं, मैं चैलेंज से कहता हूं कोई मुस्लिम लीगी सामने आके बताए कि उसने उतने जलते मकान, उतने जलते इंसान अगर उसने देखे हैं तो आके बताए। जख्म दिल में लेके आज मल्लापुरम की धरती पे खड़ा हूं, जो शहीदों की धरती। ഈ രാജ്യത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ പിടഞ്ഞു വീട് മരിച്ച ഈ രാജ്യത്തിന്റെ സംഘപരിവാരത്തിന്റെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെട്ട, ജീവനോടുകൂടി ചുട്ടരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു തന്റെ വേദന അത് നെഞ്ചിലേറ്റുവാനും അത് കാണുവാനും അതിന് ആശ്വാസം പകരുവാനും ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ഓടിയെത്തിയതായി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? और मल्लापुरम के लोगों से मुझे ये उम्मीद इसीलिए है, मैं शहीद अलवी की धरती पे खड़ा हूं, उस धरती पे खड़ा हूं जिसने 1843 में जुल्म के खिलाफ आवाज उठाई थी और ब्रिटिशर्स को चैलेंज किया था। खानकाह से एक सूफी ने निकल के ब्रिटिशर की फौज को चैलेंज किया था सिर्फ हक के कयाम के। അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെ പാരമ്പര്യമുള്ള ചരിത്രമുറങ്ങുന്ന ഈ ജനതയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. മഹാനായ ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തിന്റെ മണ്ണും മനസ്സും കവരാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ പള്ളികളിൽ നിന്ന്, പള്ളിമേടകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ സമുദായത്തെ സ്വരൂപിച്ചുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരമായ പോരാട്ടം നടത്തിയ ഒരു മഹാന്റെ മണ്ണിൽ നിൽക്കുന്ന ഈ ജനതയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. मैं उन मोबला इनकलाबियों की जमीन पे खड़ा हूं जो जानते हैं कि हक को साबित करने के लिए, हक को कायम करने के लिए जानों की कुर्बानी किस तरह दी जाती है। സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 1921 ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീണ രക്തസാക്ഷികളുടെ രക്തം സിരകൾ ഒഴുകുന്ന ഒരു സമൂഹത്തിന് മുന്നിലാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. मैं उस सरजमीन पे खड़ा हूं कि जिसने 1947 के फिसादात के बाद इस्माइल साहब को खड़ा करके कायदे मिल्लत को लोकसभा में भेजा था कि मजलूम, मजबूर, सहमे हुए, डरे हुए मुसलमानों को हौसला दी। 1947 വിഭജന കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, അട്ടിയോടിക്കപ്പെട്ട സമൂഹത്തിന് മുന്നിൽ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ തിരുനാളമായി ഉയർന്നു വന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ സാഹിബിനെ ഈ മലപ്പുറത്തിന്റെ മണ്ണിലെ ജനങ്ങൾ നെഞ്ചിലേറ്റി അദ്ദേഹത്തെ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് തെരഞ്ഞയച്ചിട്ടുള്ള പരിപാവനമായ മണ്ണാണ് മലപ്പുറത്തിന്റെ മണ്ണ് എന്ന് ഞാൻ ഓർക്കുന്നു. मैं उस धरती पे खड़ा हूं जिसने इब्राहिम सुलेमान सेठ और जीएम बनातवाला साहब जैसे लोगों को लोकसभा में भेज के हक की आवाज नेहरू और गांधी जैसे ताकतवर हुक्मरानों के सामने बुलंद की थी। ഞാൻ ഏതൊരു മണ്ണിലാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ എനിക്ക് ഓർമ്മിക്കാൻ കഴിയും. അത് മെഹബൂബെ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സെട്ടുഹിനെയും അതുപോലെ തന്നെ GM ബനാത്തവാല സാഹിബിനെയും ഒക്കെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക്, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുവാൻ തെരഞ്ഞെടുത്തയച്ചിട്ടുള്ള ഒരു മണ്ണിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. आज मुल्क को एक बार फिर जरूरत है कि क्रांति की वो आवाजें मल्लापुरम से उठें और लोकसभा को दहला के रख दें। അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ചുമരുകളെ പ്രകമ്പനം കൊള്ളിക്കുവാൻ ഈ മലപ്പുറത്ത് നിന്ന് ആ പഴയ പാരമ്പര്യവും ചരിത്രവും തിരിച്ചു പിടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. आज पूरा मुल्क एक बार फिर उम्मीद की नजरों से मल्लापुरम की तरफ देख रहा है. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ പീഡിത വർഗവും ഇന്ന് മലപ്പുറത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. आज फिर इस बात का यकीन है कि मल्लापुरम लोकसभा के लिए वो आवाज चुन के भेजेगा जो यहां से उठे और पूरी पार्लियामेंट में गूंज के सारे देश की आवाज बन के देश को इंसाफ दिला सके.
അതുകൊണ്ട് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തിന്റെ ശബ്ദം ഇന്ത്യ രാജ്യത്തിന് മുഴുവൻ പ്രതീക്ഷയേകിയതുപോലെ ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനം ഈ രാജ്യത്തിൽ അടിസ്ഥാന വർഗത്തിന് നിരാശയിൽ നിന്ന് അവർക്ക് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതിയ വെളിച്ചങ്ങൾ നൽകാൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമാവട്ടെ. मैं आपसे अपील करता हूं, मल्लापुरम के तमाम लोगों से अपील करता हूं कि अपनी तारीख को याद कीजिए और एक बार फिर तारीख दोहराइए और लिखिए तारीख में एक नया बाब कि नरेंद्र मोदी और अमित शाह जैसे जालिमों के हुकूमत के दौरान अगर कोई कलमा हक बुलंद करने वाला लोकसभा में भेजा तो मल्लापुरम के लोग थे. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ആ ചരിത്രത്തെ ആ പഴയ പാരമ്പര്യത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇന്ന് ഈ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്ത് നോക്കി ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ കെൽപ്പുള്ള ഒരു ശബ്ദത്തെ നിങ്ങൾ പാർലമെന്റിലേക്ക് അയക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്. एक तारीख फिर लिखिए कि जब एसडीपीआई की तारीख आने वाले जमाने में लिखी जाए, अल्टरनेटिव पॉलिटिक्स की तारीख जब आने वाले जमाने में लिखी जाए तो मौर्रिख लिखे कि एसडीपीआई को पहला मेंबर पार्लियामेंट मल्लापुरम के इनकलाबी लोगों ने दिया था. അതുകൊണ്ട് ഒരു പുതിയ ചരിത്രം എഴുതാൻ നിങ്ങൾ തയ്യാറാവുക. പഴയ കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ആവേശവും വീറും ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യം ഏറ്റവും നിർണായകമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ബദൽ രാഷ്ട്രീയത്തിന് തിരികൊളുത്തിയ അതിന് നേതൃത്വം നൽകുന്ന എസ്ഡിപിഐയുടെ ആദ്യത്തെ പ്രതിനിധി ഈ മലപ്പുറത്തിന്റെ വിപ്ലവത്തിന്റെ ചോരയൊഴുകുന്ന ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നാവട്ടെ എന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക. मैं आपसे अपील करता हूं, मुल्क खतरे में है, मुल्क का संविधान खतरे में है, उम्मत खतरे में है, एहसान कीजिए. ഞാൻ നിങ്ങളോട് വളരെ വിനീതത്തോടു കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ രാജ്യം അപകടത്തിലാണ്, ഈ സമുദായം അപകടത്തിലാണ്. ഈ രാജ്യത്തോടും ഈ സമുദായത്തോടും നിങ്ങൾ അല്പമെങ്കിലും കരുണ കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. और 6 अप्रैल को अपने ईवीएम पर कत्रिका के चिन्ह के सामने इतनी जोर से बटन दबाइए कि उस करंट के झटके 3 साल तक अमित शाह और नरेंद्र मोदी को लोकसभा में महसूस होते रहे. അതുകൊണ്ട് ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി ഇവിഎം മെഷീനിലെ 4ാമത്തെ ചിഹ്നമായ കത്രിക അടയാളത്തിൽ നിങ്ങൾ ബട്ടണമർത്തുക. അതിന്റെ കറണ്ട്, അതിന്റെ ഷോക്ക് 3 വർഷക്കാലത്തേക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും അവരുടെ കസേരയിൽ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഷോക്ക് നൽകുവാൻ ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. मैं उम्मीद रखता हूं कि मल्लापुरम के गैरतमंद लोग मेरी इस अपील पर अमल करके एक नई तारीख लिखने में एसडीपीआई की मदद करेंगे. वमा अलैना इल्लल बलाग. वस्सलाम अलैकुम वरहमतुल्लाहि वबरकातुहू. വിപ്ലവത്തിന്റെയും പോരാട്ടത്തിന്റെയും രക്തം സിരകൾ ഒഴുകുന്ന മലപ്പുറത്തിന്റെ മക്കൾ എന്റെ ഈ പ്രതീക്ഷയ്ക്ക് ചിറകുമുളപ്പിക്കുമെന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷയെ നിങ്ങൾ നെഞ്ചിലേറ്റുമെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കത്രിക ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് എസ്ഡിപിഐ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.